Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ, ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചുള്ള കൺഫ്യൂഷനിലേക്ക് നമ്മളെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വിഷയമാണിത്. നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ പലതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അല്പസമയം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വെരി ഗുഡ്. ഇപ്പോഴേ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പൗലോസ് ലീഹ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ 22-ഉം 23-ഉം വാക്യങ്ങൾ നമ്മൾ വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ എല്ലാ വിവാഹങ്ങളിലും വായിക്കപ്പെടുന്ന ഒരു ലേഖന ഭാഗമാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. നമുക്കിനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഈ സാമ്യം നമ്മുടെ ഈ ലോകത്തിലെ വിവാഹ ജീവിതം ഒരു പ്രതീകമാണ്, ഒരു അടയാളമാണ്, ഒരു ചൂണ്ടുപലകയാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2 വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏതാണ്? എർത്ത്ലി മാരേജും ഹെവൻലി മാരേജും. നമുക്കൊരു എർത്ത്ലി മാരേജ് ഉണ്ട്, ഹെവൻലി മാരേജ് ഉണ്ട്. അപ്പം നമ്മൾ ഈ എർത്ത്ലി മാരേജ് എന്തായിട്ടാണ് നമ്മൾ കണ്ടത്? ഹെവൻലി മാരേജിൻ്റെ ഒരു ഇമേജാണ്, ഒരു പ്രതീകമാണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയാണ്. ഹെവൻലി മാരേജിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ചൂണ്ടുപലകയാണ് എർത്ത്ലി മാരേജ്. അതുകൊണ്ടാണ് പൗലോസ് ലീഹ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയുണ്ടായി. ഇനി ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഇല്ലേ? കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ഇത് എന്താ ഫൈനലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ ക്രിസ്തുവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും ദൂരെ അകറ്റുന്നതാണ്. അപ്പോൾ വിവാഹം എന്താണ് എന്ന് ശരിക്കും മനസ്സിലായില്ല എങ്കിൽ, ഒരു കൂദാശ ക്രിസ്തീയ വിവാഹം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, നമ്മുടെ വിശ്വാസം തന്നെ നമുക്ക് ക്ഷയിച്ചു പോകും. അതാണ് നമ്മൾ ഈ തുടർന്ന് നമുക്ക് അതെങ്ങനെയാണ് ഇത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, തിയോളജി ഓഫ് ദ ബോഡി ഡയമെൻഷനിലൂടെ. ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. സ്ത്രീയും പുരുഷനുമായി എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വിവാഹം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവുമോ? ആകത്തില്ല. അപ്പോൾ ആദ്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? വൈ ഐ ആം എ മെയിൽ, വൈ ഐ ആം എ ഫീമെയിൽ.
എന്തിനാണ് ദൈവം എന്നെ ആണായിട്ടല്ലേ പെണ്ണായിട്ട് സൃഷ്ടിച്ചത്? ഇത് നമ്മൾ കണ്ടു. ഇനിയും വീണ്ടും നമുക്ക് അങ്ങോട്ട് നോക്കുക. വിവാഹം എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂദാശകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ വിവാഹം കഴിക്കണമെങ്കിൽ എന്തിനാണ് ദൈവം എന്നെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതെന്ന് മനസ്സിലാകണം. ഇനിയും വിവാഹം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ കൂദാശകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുകയില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാ കൂദാശകളുടെയും ഒരു പ്രോട്ടോടൈപ്പാണ് വിവാഹമെന്ന കൂദാശ. എല്ലാ കൂദാശകളുടെയും ഒരു മോഡലാണ് വിവാഹമെന്ന കൂദാശ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് അങ്ങോട്ടേക്ക് നോക്കുക. കൂദാശകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ക്രിസ്തു മതം, ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ നോക്കുക അതിൻ്റെ ആ കണക്ഷൻ പോകുന്നത്. ഇനി വീണ്ടും അടുത്ത പോയിന്റ് നോക്കിയേ. ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല, മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ്? നമ്മുടെ വിശ്വാസ ജീവിതം ഒന്നുമില്ല. വെറും മെക്കാനിക്കൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ വെറും ഉപരിപ്ലവമായിട്ടുള്ള ഒരു വിശ്വാസവും ഒരു ക്രിസ്തീയ ജീവിതവുമായി പോകും. അതുകൊണ്ട് കുടുംബം, കത്തോലിക്കാ സഭ പറയുന്നത് ഫാമിലി ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതൊരു ഡൊമസ്റ്റിക് ചർച്ചാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രേഖകൾ പറയുന്നത് ഫാമിലി ഈസ് എ ഡൊമസ്റ്റിക് ചർച്ച്. ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ചർച്ചാണ്. അതാകുന്ന ഇതുകൊണ്ടാണ്. അവിടെ നിന്നാണ് എല്ലാം ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോകുന്നത്. അപ്പോഴിനി നമ്മൾ എന്താണ്, ഇതൊരു പ്രോട്ടോടൈപ്പാണ്, എല്ലാ വിവാഹത്തിൻ്റെ മോഡൽ എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. ഏത് കൂദാശയായിരുന്നു ദൈവം ആദ്യം സ്ഥാപിച്ചത് ഈ ലോകത്തിൽ? വിവാഹം എന്ന ഒരേ ഒരു കൂദാശ മാത്രമേ ഈ ലോകത്തിലുണ്ടായിരുന്നുള്ളൂ. ആദ്യം മനുഷ്യൻ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ വിവാഹം എന്ന കൂദാശയുടെ ഒരു ലക്ഷ്യം, ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി എന്തായിരുന്നു? അത് മനസ്സിലാവുമ്പോൾ കൂദാശകളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നു? എന്തിനാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്? ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരുക. എന്തിനാ എത്തിച്ചേരുന്നത്? ദൈവവുമായിട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒന്നായി തീരുക. ദ വൺ ഫ്ലഷ് യൂണിയൻ വിത്ത് ഗോഡ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി. അപ്പോൾ ആദ്യ ഈ എർത്ത്ലി മാരേജിൻ്റെയും ഉദ്ദേശം അതായിരുന്നു. അതാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ ഇനിമേലിൽ രണ്ടല്ല ഒന്നാണ്, നിങ്ങൾ വൺ ഫ്ലഷ് യൂണിയൻ. അപ്പോൾ ഇത് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാക്രമെൻറ്റിൻ്റെ, ഒരു കൂദാശയുടെ ലക്ഷ്യം എന്താ? നമുക്ക് 7 കൂദാശകൾ നമുക്കുണ്ട്. ഈ 7 കൂദാശകളുടെയും പരമപ്രധാനമായ ലക്ഷ്യം എന്താ? ദൈവമായിട്ട് ഐക്യപ്പെടുക, ദൈവവുമായിട്ട് ഒന്നായി ചേരുക. ഏത് കൂദാശ നമ്മൾ എടുത്തു നോക്കിക്കോ, നമ്മളെ മാമുദീസ, അല്ലെ കുംഭസാരം, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന, വിവാഹം, അല്ലെങ്കിൽ എല്ലാ കൂദാശകളുടെയും പരമമായ ലക്ഷ്യം ദ വൺ ഫ്ലഷ് യൂണിയൻ. ഒന്നായി ദൈവവുമായി അങ്ങ് ഇഴുകിച്ചേരുക, ക്രിസ്തുവുമായി ഒന്നായി നമ്മളെ കൂട്ടിയോജിപ്പിക്കുക. അങ്ങനെ ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഇതാണ് എല്ലാ കൂദാശകളിലൂടെയും സംഭവിക്കുന്നത്. ഇത് ക്ലിയറായോ? ഇത് മനസ്സിലായോ? വെരി ഗുഡ്. സൃഷ്ടിയുടെ രഹസ്യം, ദ മിസ്റ്ററി ഓഫ് ക്രിയേഷൻ, ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞത്, ആദ്യ വിവാഹത്തിൽ ദ മിസ്റ്ററി ഓഫ് ക്രിയേഷൻ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ വിവാഹം അവിടെ ആദ്യ പാപത്തോടുകൂടി പൊട്ടിത്തകർന്നു പോയി. ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതിക്ക് വിരുദ്ധമായി ആ വിവാഹം. പക്ഷേ അതിലുള്ള അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു, ദ സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി, ആ നപ്ഷ്യൽ യൂണിയൻ, അതൊന്നും ദൈവം കളങ്കപ്പെടുത്തിയില്ല. അതെല്ലാം നിലനിർത്തി മനുഷ്യൻ അതൊക്കെ ലസ്റ്റിലൂടെ നശിപ്പിച്ചെങ്കിലും അതെല്ലാം ദൈവം നിലനിർത്തി. പക്ഷേ ആദ്യത്തെ കൂദാശ അത് ബ്രേക്ക് ഡൗൺ ആയി. വീണ്ടും എന്താ സംഭവിക്കുന്നത്?
യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആ ആദിമ സൗന്ദര്യം വീണ്ടെടുത്ത് തരികയാണ്. അതാണ് ദ റിഡംഷൻ ഓഫ് ദ ബോഡി. ക്രിസ്തു കൊണ്ടുവന്ന റിഡംഷൻ ഇതാണ്. നമുക്ക് ഒറിജിനലി നഷ്ടപ്പെട്ടത് നമുക്ക് വീണ്ടെടുത്ത് തരികയാണ്, പാപം മൂലം നഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആദ്യത്തെ ആ സാക്രമെൻറ്റ്, ആ കൂദാശ, അത് പൊട്ടിത്തകർന്നു പോയി. എന്നാൽ ഈശോ വന്നു വീണ്ടും നമ്മളെ ആ ഒരു വൺ ഫ്ലഷ് യൂണിയനിലേക്ക് കൊണ്ടുപോകുവാൻ 7 കൂദാശകൾ നമുക്ക് നൽകി. അതുകൊണ്ടാണ് വിവാഹം എല്ലാത്തിൻ്റെയും ഒരു പ്രോട്ടോടൈപ്പാണ്. അതിൻ്റെ ആ വൺ ഫ്ലഷ് യൂണിയൻ, അതാണ് എല്ലാത്തിൻ്റെയും കൂദാശകളുടെ പിന്നിലുള്ളത് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇത് വ്യക്തമായിട്ട് മനസ്സിലായോ? ഇത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മണവാട്ടിയായ സഭ, നമുക്ക് വീണ്ടും നിങ്ങളുടെ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കുക. മണവാട്ടിയായ തിരുസഭയെ സ്നേഹിക്കുന്ന മണവാളനാണ് ക്രിസ്തു. താനുമായി ഏറ്റവും അടുത്ത കൂട്ടായ്മയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരിക, നമ്മെ വിവാഹം കഴിക്കുക, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, എന്നതായിരുന്നു അനാദി മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കൂദാശകളും. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുക. മാമുദീസായെക്കുറിച്ച് പറയുന്നത് അതൊരു നപ്ഷ്യൽ മിസ്റ്ററി എന്നാണ് സഭ പറയുന്നത്. CCC കത്തോലിക്ക മതബോധനം 1617 നമുക്ക് കാണാൻ സാധിക്കും. പാരഗ്രാഫിലെ ഒരാൾ വായിക്കാവോ അത്? മാമോദീസ തന്നെ ഒരു വൈവാഹിക രഹസ്യമാണ്. വിശുദ്ധ കുർബാനയാകുന്ന വിവാഹ വിരുന്നിനു മുൻപുള്ള വൈവാഹിക സ്നാനമായി അതിനെ കാണാം. ഇതൊരു നപ്ഷ്യൽ മിസ്റ്ററിയാണ്. നമുക്കറിയാം ഇനിസിയേഷൻ, അവിടെ പല കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ് നടക്കുന്നത്? സ്ഥൈര്യലേപനമുണ്ട്, പരിശുദ്ധ കുർബാന കുഞ്ഞിന് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈസ്റ്റേൺ റൈറ്റ് അനുസരിച്ച്. ഇപ്പം 3 കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ ഇവിടെ മാമുദീസ നമ്മുടെ ഒറിജിനൽ പാപത്തിൻ്റെ എല്ലാ അനന്തരഫലങ്ങളും ശിക്ഷയും എല്ലാം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. നമ്മൾ സഭയുടെ അംഗമാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് കത്തോലിക്ക സഭ പറയുന്നത്, ഇതൊരു നപ്ഷ്യൽ മിസ്റ്ററിയാണ്. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ആ ഒന്നുചേരൻ, ആ നപ്ഷ്യൽ യൂണിയന് മുമ്പുള്ള ഒരു ഇനിസിയേഷനാണ് മാമുദീസ എന്ന് പറഞ്ഞാൽ. നമ്മളതിനെ അങ്ങനെയാണ് നമ്മൾ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടത്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആരാണ് ഈ വിവാഹം സ്ഥാപിച്ചത്? സോഷ്യൽ സ്ട്രക്ചറാണോ, ഏതെങ്കിലും കാലഘട്ടത്തിലാണോ? നമ്മൾ ഇത്രയും നേരം കണ്ടു, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കേട്ടു. നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയുക. ദൈവം തന്നെയാണ് വിവാഹം സ്ഥാപിച്ചത്, അതിനൊരു സംശയവും ഇല്ല. അപ്പോഴേ കഴിഞ്ഞ ഈ ഫാമിലി സിനഡ്, കുടുംബത്തിന് വേണ്ടിയുള്ള സിനഡ് നടക്കുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ വളരെയധികം ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ നിന്ന് പല സോഷ്യൽ ഇഷ്യൂസിനെയും, കുടുംബത്തെ സംബന്ധിക്കുന്ന സോഷ്യൽ ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ സഭ സെയിം സെക്സ് മാരേജ് അംഗീകരിക്കുമോ, അല്ലെങ്കിൽ ഡൈവോഴ്സ് അനുവദിക്കുമോ, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊണ്ടുവരുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പായോട് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴേ അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞത് വളരെ നമ്മുടെ ഉള്ളിൽ എന്ന് ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് ഇൻ ഗോഡ്സ് പ്ലേസ്. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല. വിവാഹം ഈ ലോകത്തിൽ കൊണ്ടുവന്നത് കത്തോലിക്ക സഭയല്ല, ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയല്ല, ഒരു രാജ്യമല്ല. ദൈവം തന്നെ തൻ്റെ അനന്ത പദ്ധതിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് ഈ ലോകത്തിൽ വിവാഹം സ്ഥാപിച്ചു. ആ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ വളച്ചൊടിക്കുവാനോ തിരുത്തുവാനോ ഞാൻ ദൈവമല്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്കിന് പിന്നീട് അവരാരും പിന്നെ യാതൊരു ഉത്തരവും അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്തില്ല. അപ്പം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ദൈവം തന്നെയാണ് വിവാഹം സ്ഥാപിച്ചത്. മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് 1603 പാരഗ്രാഫ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം തന്നെയാണ് ഈ വിവാഹം സ്ഥാപിച്ചതും അതിനു വേണ്ടതായ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ ദൈവം തന്നെയാണ് ആലേഖനം ചെയ്തതും. ഇതാരും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സഭയോ ഒന്നും ചെയ്ത കാര്യമല്ല. അതാണ് നമ്മൾ വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്.
വിവാഹത്തിൽ രണ്ടുപേർ ഒന്നായി തീരുന്നു. അപ്പം ഞാൻ സാധാരണ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ 1+1 എന്നുള്ളത്. കൺഫ്യൂഷൻ ആകുന്ന ഒരു ഫോർമുല അല്ലേ? അപ്പം ലോകം പറയുന്നു 1+1 2. കത്തോലിക്കാ സഭ പറയുന്നു 1+1 1. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കണം അതിൻ്റെ കാരണം? നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റാണ്. മതബോധന ഗ്രന്ഥം 1642 ഈ 1+1 എങ്ങനെയാണ് 1 ആകുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുക. എന്താണ്? ക്രിസ്തുവാണ് അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തി, ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തി, ഇവരെ രണ്ടുപേരെയും ക്രിസ്തു തന്നിൽ ആ സാക്രമെൻ്റൽ മാരേജിൽ അങ്ങ് ഒരുമിപ്പിക്കുകയാണ്. അപ്പം വ്യത്യസ്ത വ്യക്തിത്വമുള്ള സ്വഭാവമുള്ള ഈ വ്യക്തി, ഇതുപോലെ വ്യത്യസ്ത പാരമ്പര്യവും സ്വഭാവമുള്ള ഈ വ്യക്തി, ക്രിസ്തുവിലൂടെ ഇവർ രണ്ടുപേരും ഒന്നായിത്തീരുന്നു. ഇനി നമുക്ക് തുടർന്ന് അവിടെ നോക്കാം. എന്താണ് പിന്നെ? ക്രിസ്തു അവരോടൊത്ത് വസിക്കുന്നു. തങ്ങളുടെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കുവാനും വീഴ്ചകൾക്ക് ശേഷം എഴുന്നേൽക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും പരസ്പര ഭാരങ്ങൾ വഹിക്കുവാനും ക്രിസ്തുവിനോടുള്ള ആദരവിനെ പ്രതി പരസ്പരം വിധേയപ്പെടുവാനും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം എന്താ പറയുന്നത്? ഇതെല്ലാം കഴിയുമ്പോൾ തങ്ങളുടെ സ്നേഹത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും സന്തോഷങ്ങളിൽ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിൻ്റെ മുന്നാനുഭവം, മുന്നാസ്വാദനം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാ, അതാണ് വിവാഹത്തിൽ നടക്കുന്നത്. അപ്പോൾ കത്തോലിക്കാ സഭ പറയുന്നുണ്ടോ നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല എന്ന്? ഉണ്ടാകുമെന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ആരോ ഒരു ചോദ്യം ചോദിച്ചു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ, എന്തുകൊണ്ടാണ് പല യുവജനങ്ങളും വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാതെ അവർ ഇല്ലേ? ഈ ചോദ്യം നമ്മുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വന്നതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ അവരോട് പ്രധാനമായിട്ട് പറഞ്ഞ ഇതാണ്, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ദുർമാതൃകയാകാം, മറ്റു സോഷ്യൽ പ്രശ്നങ്ങളാകാം, എന്തു തന്നെയായാലും വിവാഹം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്ന തന്നെ അവർക്ക് പ്രേരണ ലഭിക്കും. കാരണം ബുദ്ധിമുട്ടില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, കുരിശില്ലാത്ത ഒരു വിവാഹ ജീവിതമാണ് ഇന്നത്തെ നമ്മുടെ തലമുറ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരികയില്ല. പക്ഷെ സഭ പറയുന്നു ക്രിസ്തു നമ്മളോടൊപ്പമുള്ളത് അനുദിനം നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുരിശിനെ വഹിക്കുവാൻ നമ്മളെ സഹായിക്കാനും ശക്തിപ്പെടുത്താനുമാണ്. അതുപോലെ നമ്മൾ വീഴ്ചകൾക്ക് ശേഷം എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടരുവാൻ. തെറ്റിദ്ധാരണകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വീണ്ടും യാത്ര മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കൃപ നമ്മളിലേക്ക് ഒഴുക്കുവാനാണ് ഈ 1+1 ആയിത്തീരുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നിച്ച് അങ്ങ് ചേർന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്നിട്ട് വീണ്ടും പറയുന്നു പരസ്പരം, അങ്ങോട്ട് നോക്കുക, പരസ്പരം ഭാരങ്ങൾ വഹിക്കുവാനും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വഹിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ തമാശനാണേലും ഭാര്യ പറയും, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈ വലിയൊരു ഭാരവും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്ത് ഭാരത്തെക്കുറിച്ചാണ് ഭാര്യ സംസാരിക്കുന്നത്? ഇവിടെ ഭർത്താവ് എന്ന ഭാരത്തെക്കുറിച്ച്. അപ്പം ഭർത്താവ് എന്താ പറയുന്നത്? ഓ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന കുരിശ് ഒരിക്കലും കളയാതെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുക. പക്ഷേ ഇത് ഇച്ചിരി കട്ടിയുള്ള കുരിശാണ്. ഏത് കുരിശിനെ കുറിച്ചാണ് പറയുന്നത്? ഭാര്യയാകുന്ന കുരിശിനെ കുറിച്ച്. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലും നമ്മളെ പട്ടു വിരിച്ച റോസാ പുഷ്പങ്ങളുടെ മുകളിലുള്ള ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുമ്പോൾ അവിടെയാണ് നിരാശയുണ്ടാകുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ പലരുടെയും ജീവിതം നിരുത്സാഹപ്പെട്ടു പോകുന്നത്. വിവാഹം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതും വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അവർക്ക് അസ്വസ്ഥമാകുന്നത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ വലിയ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനുള്ള ആ ഹെവൻലി മാരേജിനുള്ള ഒരു മുന്നാസ്വാദനമാണ്. ഈ ദുഃഖത്തിലും വേദനകളിൽ എല്ലാം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ക്രിസ്തുവിൻ്റെ മാരേജ് ബെഡ് ഏതായിരുന്നു? സഭയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മാരേജ് ബെഡ് ഏതായിരുന്നു?
കുരിശ്. അപ്പോൾ കുരിശു കൂടാതെയുള്ള ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു അൺറിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് എന്നാണ് ഞാൻ ഈ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ വിവാഹം എന്നത് ദൈവവും മനുഷ്യനുമായി ഐക്യപ്പെടുത്തുന്ന ഒരു കൂദാശയാണെന്ന്. അങ്ങനെയെങ്കിൽ വിവാഹത്തിൽ എന്തിനാണ് സാർ സൗന്ദര്യത്തിനും ജോലിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് എന്ത് സ്വാധീനമാണുള്ളത്? അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ക്രൈറ്റീരിയ എന്താണ്? അപ്പം നമ്മൾ ഇവിടെ അത് വളരെ വളരെ ഒരു റിയലിസ്റ്റിക് ചോദ്യമാണ് ഇന്ന് പലരും ചോദിക്കുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തിനാ നമ്മൾ ഇത് പിന്നീട് ഈ സൗന്ദര്യം? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്? എന്താണ് സൗന്ദര്യം? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ സൗന്ദര്യം? മനസ്സിന്റെ ഭംഗി. മനസ്സിന്റെ ഭംഗി. അപ്പോൾ സൗന്ദര്യം എവിടെയാണ് ഇരിക്കുന്നത്? പുറമെയാണോ സൗന്ദര്യം ഇരിക്കുന്നത്, അകത്താണോ സൗന്ദര്യം ഇരിക്കുന്നത്? ഒരു വ്യക്തിയുടെ സൗന്ദര്യം സ്വഭാവത്തിലാണ്. സ്വഭാവം മാത്രമേ ഉള്ളൂ അവിടെ? മനസ്സിലും. ഞാൻ ഇപ്പോൾ ഒരാൾ സുന്ദരനാണ്, സുന്ദരിയാന്ന് ഞാൻ കരുതുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ്. ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ അവിടെ നമ്മൾ കെട്ടിപ്പടുത്ത് ഇതൊക്കെയാണ് സൗന്ദര്യം എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ, അല്ലെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ സുഹൃത്ത് വലയങ്ങളൊക്കെ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലർ പറയും ഓ നല്ല സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മുടെ സ്കിന്നിന് നല്ല കളറുണ്ടെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, അല്ലെങ്കിൽ അതുപോലെ ഓരോരോ ക്രൈറ്റീരിയ. പക്ഷേ ഇതിനൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ പല കാരണങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നല്ലതുപോലെ വെളുത്ത മനുഷ്യരെ എങ്ങനെയെങ്കിലും ഒന്ന് വെയിലത്ത് നിന്ന് കിടന്നോ വെയിലത്തിരുന്നോ ദേഹം ഒന്ന് കറുപ്പിക്കണമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വെയിലത്തിറങ്ങാനും നമുക്ക് മടിയാണ്, കാരണം കറുത്തു പോകും, സൗന്ദര്യം പോകും എന്നുള്ള ചിന്ത. ഇതൊക്കെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം സബ്ജക്റ്റീവാണ്, ഒബ്ജക്റ്റീവ് അല്ല. സഭ ഒരിക്കലും പറയുന്നില്ല നീ കല്യാണം കഴിക്കുമ്പോൾ ഇന്ന ആളുകളെ നമ്മൾ നോക്കി കഴിക്കണം. സഭ ഇത്രയും മാത്രമേ നമ്മളെ ഉപദേശിക്കുന്നുള്ളൂ. സഭ ഉപദേശിക്കുന്ന ഇതാണ്, കൗദാശിക ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ വിശ്വാസം സ്വീകരിച്ച, മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ സ്വതന്ത്രമായിട്ട് സമ്പൂർണമായിട്ട് വിശ്വസ്തരായി ഫലദായകമായി അവസാനം വരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വിവാഹം. മനസ്സിലായല്ലേ? താങ്ക് യു സാർ. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സാർ, അപ്പോൾ ഒരു സംശയമുണ്ട്. യുവജനങ്ങളുടെ ഇടയ്ക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല, കുട്ടികൾ വിവാഹം മൂലം കുട്ടികളുണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് വിവാഹം വേണ്ട എന്ന് വെച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ? ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാൻ അവർക്ക് താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, സ്നേഹം എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ, അപ്പോൾ സ്വയം തന്നെ കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. അപ്പോൾ അവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളെ തന്നെ സ്വയം ദാനമായി വേറൊരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ സ്മൂത്തായിട്ട് പോകണമെന്നില്ല. ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നമ്മൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതാണ് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ അത് ഫലദായകമായിട്ടുള്ള ഒരു ബന്ധം അവർ പുലർത്തണം. അതാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകരുതേ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, അപ്പോൾ ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ മതി. അപ്പോൾ പല അനുഭവങ്ങളിലും പലരും ഷെയർ ചെയ്യുന്ന ഇതാണ്, അപ്പോൾ ഞങ്ങളിപ്പം നല്ല പ്രായമാണ്, ഞങ്ങൾക്ക് ഒന്ന് അടിച്ച് പൊളിച്ച് ഒരു 4-5 വർഷമൊക്കെ ഒന്ന് ജീവിക്കട്ടെ, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു. ഓക്കെ, നല്ല കാര്യം. ഇങ്ങനെ നോക്കിയിരുന്ന് പല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്ത് 4 വർഷം 5 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് കാത്തിരിക്കുമ്പം കുഞ്ഞുങ്ങൾ നമ്മുടെ കൺട്രോളിലാണോ ഉണ്ടാകുന്നത്? കുഞ്ഞുങ്ങളുണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം, അവർ ദുഃഖിച്ച് വേദനിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫെർട്ടിലിറ്റി, ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അത് അവൾക്കൊരു ശാപമോ അവൾക്കൊരു ബുദ്ധിമുട്ടോ ആണ് എന്ന് അവൾ കരുതുകയാണെങ്കിൽ
അത് തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതൊരു അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പം കുരിശുകളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് അവർ മനസ്സിൽ കാണുന്നെങ്കിൽ അത് യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ആ അർത്ഥം അതിൽ ഉൾക്കൊണ്ടിട്ടില്ല. അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം, വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ? അപ്പം ഇത് ഒരുപാട് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. വേറെ ചോദ്യങ്ങൾ? അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കൂടെ കൈപൊക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ എപ്പിസോഡ് വിവാഹത്തെക്കുറിച്ചുള്ള, എന്തുകൊണ്ട് വിവാഹത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവാഹം ഒരു പ്രോട്ടോടൈപ്പ്, മോഡൽ ഓഫ് ഓൾ ദ സാക്രമെൻറ്റ്സ്, എല്ലാ കുദാശകളുടെയും ടോപ്പിലുള്ളതാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ പ്രായോഗിക ചർച്ചകളുമൊക്കെ നമുക്ക് മനസ്സിലായി. പല കാര്യങ്ങളും വിവാഹം 1+1=2 അല്ല, 1 ആണ്. അത് ക്രിസ്തുവിലൂടെ അവർ ഒന്നായിത്തീരുന്നു തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. വളരെ ആകാംക്ഷാപൂർവ്വം നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ചയിൽ ഇനിയും വീണ്ടും നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിലെ വിവാഹത്തെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ്, പഠിക്കുകയാണ്. പ്രേക്ഷകരിൽ നിന്നും ക്ലാസ് റൂമിൽ നിന്നും കിട്ടിയ പല ചോദ്യങ്ങൾ നമ്മളവിടെ പഠന വിഷയമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാരിറ്റൽ യൂണിയൻ അവിടെ പരിശുദ്ധ ത്രിത്വം സന്നിഹിതമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? വിവാഹ ജീവിതത്തിലെ മാരിറ്റൽ യൂണിയൻ്റെ അല്ലെങ്കിൽ സെക്ഷൽ യൂണിയൻ്റെ പ്രാധാന്യം ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് തുടങ്ങിയ പല ചോദ്യങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൈകാര്യം ചെയ്യുന്നു. വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കും അടുത്ത എപ്പിസോഡിന് വേണ്ടി എന്നുള്ള പ്രതീക്ഷയോടെ. John Paul II's Theology of the Body.